Watch India's largest kids library only on Jio Hotstar. Download the app now. വരൂ വെൽക്കം എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ട്രെഡ്മില്ല് ശത്രുക്കളെ ഓടിക്കാനുള്ളതാണ്. ഇതുപോലൊരു ചിപ്പ് നിന്റെ ശത്രുവിന്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ച് നീ എത്ര നേരം ഈ ട്രെഡ്മില്ലിൽ ഓടുന്നുവോ നിന്റെ ശത്രു അവിടെ അത്രയും ഓടുകയായിരിക്കും. അതെ, ഈ സ്റ്റിയറിംഗ് കൊണ്ട് നിനക്ക് അവരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും പറ്റും. ഇത് റിവേഴ്സ് ബട്ടൺ ആണ്, പിന്നെ ഇത് ഫോർവേഡും. എത്രത്തോളം നിന്റെ കാൽ ഓടുന്നുവോ അത്രത്തോളം മോട്ടു പത്രുവിന്റെ കാലിലും ഓടിക്കൊണ്ടിരിക്കും. സയന്റിസ്റ്റ് സാർ, നിങ്ങൾ ഇത്ര നല്ല സാധനം തന്ന എന്റെ മനസ്സിനെ താങ്ക് യു. ഇല്ല ജോൺ, ഞാൻ ഇതുവരെ തന്നിട്ടില്ല. എങ്കിൽ തരൂ എന്റെ 50 കോടി രൂപ. വേഗം എന്താ ജോൺ, 50 കോടി കൂടുതലാണോ? ഇല്ല സയന്റിസ്റ്റ് സാർ, നിങ്ങളെ ഈ വില മതിക്കാനാവാത്ത കണ്ടുപിടുത്തത്തിന് 50 കോടി ഒരു വിലയേ അല്ല, സാധാരണമായ വില തന്നെ. നമ്പർ 1, സാർ ചോദിച്ച അമൗണ്ട് കൊണ്ടുവന്ന് കൊടുക്കേ. ഇതൊന്നും വലിയ കാര്യമേ അല്ല. സയന്റിസ്റ്റ് സാർ, നിങ്ങൾക്കൊരു പ്രശ്നമില്ലെങ്കിൽ ആ ചിപ്പിനെ നമ്പർ 1 മേലെ നമുക്ക് പ്രയോഗിച്ച് നോക്കിയാലോ? അവനെ ഇതിൽ ഓടിപ്പിച്ച് നോക്കാം. എന്താ പറയുന്നത്? പ്ലീസ്. ഓക്കേ, പക്ഷേ ജോൺ, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. തീർച്ചയായിട്ടുമില്ല. നമ്പർ 1, ഈ ചിപ്പിനെ പിടിക്ക്, നിന്റെ കോളറിലെടുത്ത് വെക്ക്. പിന്നെ സയന്റിസ്റ്റ് സാറേ, ഒന്ന് മാറി നിന്നേക്കണേ. ഞാൻ ഓടി വരുമ്പോ അങ്ങയുടെ മേലെങ്ങാനും വീഴരുതല്ലോ. അല്ല, എന്റെ കാലെന്തായി ഓടണേ? സോറി സയന്റിസ്റ്റ് സാർ, നമ്പർ 1 അറിയാതെ ചിപ്പിനെ നിങ്ങളുടെ മേലെ ഒട്ടിച്ചു. ഞാൻ തിരിച്ചു വരും. എന്റെ മുഴുവൻ പണം ഞാൻ പലിശ സഹിതം എടുത്തോണ്ട് പോകും. ബൈ. ജോണാകാൻ പോകുന്നു ഡോൺ. ഇപ്പൊ ഞാൻ മോട്ടു പല്ലുവിനെ ഒരു വഴിയാക്കാതെ വിടില്ല. ചായക്കട ചേട്ടാ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് തന്നെ ഒഴിവാക്കിയാലും ശരി, ഈ സ്വാദുള്ള സമോസ ഉണ്ടാക്കുന്നത് മാത്രം ഒരിക്കലും വിട്ടുകളയരുതേ. എന്നെ സുഖിപ്പിക്കുന്ന കാര്യം നിർത്തുമോട്ടു. കഴിച്ചതിന്റെ പൈസ 100 രൂപ അതിങ്ങോട്ട് എടുക്ക്. ഇപ്പൊ തരാംന്നേ. നമ്പർ 1 ഓടാൻ തുടങ്ങിക്കോ. നമ്പർ 1 മോട്ടു, 100 രൂപയുടെ കാര്യം പറയുമ്പോഴേക്കും ഓടി രക്ഷപ്പെടുകയാണോ? ചിങ്കൻ സാറെ, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ മുന്നിൽ വെച്ചില്ലേ അവൻ എന്നെ സോപ്പിടാൻ നോക്കിയത്? എനിക്ക് മറ്റൊന്നും അറിയണ്ട, എനിക്ക് എന്റെ കാശ് കിട്ടിയാ മതി. ചായക്കടച്ചേട്ടന്റെ രുചിയുള്ള ചൂട് സമോസയാണ് സത്യം. അതെ ചിങ്കൻ സാറേ, നിങ്ങളുടെ പൈസയെങ്കിലും തന്നിട്ട് പോ. ഇവരെല്ലാവരും കൂടി എന്ത് ഭാവിച്ച? ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ? അയ്യോ, എന്റെ സ്കൂട്ടർ സമയത്തിന് ഞാനിത് എടുക്കുകയാണ്. അയ്യോ, ഇതെന്നാ സംഭവിക്കുന്നത്? ടെൻഷൻ ആവേണ്ട. എന്റെ കാളക്കൂട്ടങ്ങളെ ഒന്ന് വഴിമാറി തരൂ പ്ലീസ്. നേരെ ഓടി
ഓടി ബോറടിക്കുന്നടാ. നമ്പർ 2, ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ കുറച്ച് നമുക്ക് റിവേഴ്സിലോടാ. അവർ മുട്ടിച്ചാവും. ഇതെന്തോ റേസിംഗ്. നമ്മൾ മര്യാദയ്ക്ക് ഈ റോഡിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഇപ്പോൾ അതിനൊരു പരിഹാരം കാണുന്നു. മോട്ടോ താഴേക്ക് വായോ. പത്തലു എങ്ങനെയാ താഴേക്ക് വരിക? ഐഡിയ. എന്റെ ചങ്കയുടെ ബ്രോ, എന്താണിതൊക്കെ? ഞാൻ ഇതുപോലത്തെ ഒരു രോഗത്തിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തായിരിക്കും? ഇവരെങ്ങനെ തനിയെ ഓടാൻ തുടങ്ങിയത്? ഇവരെ കൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഇതെങ്ങനെ? അമ്മോ, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അത് എന്ത് അസുഖമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതാണ്? അത് എനിക്കും കിട്ടിയല്ലോ. ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ ചിങ്കം സാർ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ആദ്യം ഈ രോഗത്തിനെ കുറിച്ച് മനസ്സിലാക്കട്ടെ. ഒന്ന് സമാധാനമായി ഇരിക്ക്. ഡോക്ടർ ജാറ്റ്ക, നിനക്ക് ഇപ്പോൾ ഈ രോഗത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് പിടിച്ചോ, ഇപ്പൊ നിനക്ക് മനസ്സിലാകും. നമ്പർ 1, ഓടിക്കൊണ്ടേയിരിക്കെ. ഞാൻ നിർത്താൻ പറയുന്ന വരയ്ക്കും ഓടിക്കൊണ്ടിരിക്കെ. ഓക്കെ ബോസ്, ഓക്കെ. എന്റെ രോഗികളുടെ മേലെ സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നത് ഒരു മാരകമായ രോഗമാണ്. ഈ രോഗം ഇപ്പൊ എനിക്ക് പകർന്നു എന്നാ തോന്നുന്നത്. ചേടാ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ചേടാ, ഞാൻ ഇങ്ങനെയൊക്കെ ഓടുന്നല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യും? ആരെങ്കിലും എന്നെ രക്ഷിക്കോ? വഴിവിട്, എനിക്ക് വഴിവിട്. മാറിക്കോ. നിങ്ങൾ ഏത് റേസിൽ പങ്കൊള്ളാനാണ് അങ്ങനെ ഓടി പ്രാക്ടീസ് ചെയ്യുന്നത്? ചേട്ടാ നിർത്ത്. കസിറ്റാറാം, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്റെ കാല് എന്റെ കൺട്രോളിലല്ല. ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ നീയും എന്റെ ഒപ്പം ഓട്. എനിക്കിപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ആ ജോൺ തന്നെയാണ്. അതെനിക്ക് ഉറപ്പാണ്. വരൂ, ജോണിനെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം. വരൂ. വിളിച്ചിട്ടല്ലോ. ഇല മുഴുവൻ പോയി. നമ്മളെ ചിലപ്പോ കാണും. ഹലോ എവരിബാഡി, എന്താ എല്ലാവരും ഓടാൻ വന്നിരിക്കുകയാണോ? ഇല്ല, അതെങ്ങനെ നിർത്താൻ പറ്റും? വീട്ടിലേക്ക് വന്ന വിരുന്നുകാരെ ഞാൻ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചു വിട്ടിട്ടില്ല. ഞാൻ പറ്റൂ, വേഗമായിട്ട് ഓട്. ജോൺ, ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. പത്തലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ, എന്നിട്ട് ഞങ്ങളെ ഒന്ന് നിർത്തൂ. ഐഡിയ. മോട്ടു, ഈ മിഷീന്റെ എഫക്ട് കാലുകൾക്ക് മാത്രമാണ് എഫക്ട് ആകുന്നത്, കൈകൾക്കല്ല. നിങ്ങൾ 3 പേര് നിങ്ങളുടെ കൈകൾ കൊണ്ട് നടക്കാൻ നോക്ക്. അല്ല, ഈ മോട്ടുവിന്റെ കോളറിൽ എന്ത് ചിപ്പാ അത്? മോട്ടു, ഇത് കണ്ടോ ചിപ്പ്? ഈ ചിപ്പ് കാരണം കൊണ്ടാണ് നിങ്ങളെ 3 പേരെയും ജോൺ കൺട്രോൾ ചെയ്യുന്നത്. മോട്ടു, സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ്. ജോൺ, നിന്റെ റേസിൽ നീ ഞങ്ങളെ ഇട്ട് ശരിക്കും ഓടിച്ചു. ഇനി അടുത്ത ഊഴം നിന്റെയാണ്. റെഡി ജോൺ? ഓടിക്കോ. വേണ്ട മോട്ടു, വേണ്ട, നിർത്ത് പ്ലീസ്. മോട്ടു വേണ്ട. ട്രെഡ്മിൽ ഓടാൻ വേണ്ടിയുള്ളതാണ്, ഇങ്ങനെ മറ്റവരെ ഓടിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. മോട്ടു പ്ലീസ് നിർത്ത്. ചെയ്യാം.
എന്താ ജോണ് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയും എക്സസൈസും ഒരുമിച്ചാണോ കിട്ടിയത്? Watch India's largest kids library only on Geo Hotstar. Download the app now.